ഇത് ചില്ലറ കാര്യമല്ല. ഇത് അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള ഒരു നിയമവിരുദ്ധ പ്രവർത്തനമാണ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് CPM ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഒന്നാമത് CPM ഒരു വർഗീയ പാർട്ടിയല്ല. CPM എന്താണ് അടിസ്ഥാനപരമായി മതേതര നിലപാടുള്ള ഒരു പാർട്ടിയാണ്. പക്ഷേ ഈ കാര്യം ചെയ്യുന്നതിൽ 1-2 ഘടകങ്ങൾ വേറെയുണ്ട്. അതിൽ ഒന്നാമത്തെ ഘടകം ഞാൻ നേരത്തെ പറഞ്ഞ മുസ്ലിങ്ങളെക്കുറിച്ചുള്ള CPM നേതാക്കളുടെ ധാരണ എന്താണ് എന്നുള്ളതാണ്. 5 നേരം നിസ്കരിക്കുന്ന ദീനിയായ ഒരുത്തൻ ഇപ്പുറത്തും കാഫിറായ ഒരാൾ അപ്പുറത്തും നിൽക്കുമ്പോൾ 5 നേരം നിസ്കരിക്കുന്ന ദീനിയായ ഒരാൾക്ക് വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്ന നേതാക്കളും അങ്ങനെ ആഹ്വാനം ചെയ്താൽ അത് അനുസരിക്കുന്ന അനുയായികളും ഉള്ള ഒരു ജനതയാണ്, ഒരു സമൂഹമാണ്, ഒരു പ്രിമിറ്റീവ് കമ്മ്യൂണിറ്റിയാണ് ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന വർഗം എന്ന് അകമേ വിചാരിക്കുന്ന, ആ വിചാരം ഇന്റേണലൈസ് ചെയ്ത നേതൃവൃന്ദത്താൽ സമ്പന്നമാണ് ഈ പറയുന്ന CPIM എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അമ്പാടിമുക്ക് സഖാക്കളുടെ അല്ലെങ്കിൽ പോരാളി ഷാജിയുടെ ഒരു അബറേഷൻ, അവർ കാട്ടിക്കൂട്ടിയ ഒരു വേണ്ടാത്തൊരു കുസൃതി അല്ല. ഇതൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ അത് ഷെയർ ചെയ്യുന്നു. അത് ഷെയർ ചെയ്ത സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർക്ക് സമ്പൂർണ്ണ പിന്തുണയുമായിട്ട് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി രംഗത്തിറങ്ങുന്നു. പോളിംഗ് കഴിഞ്ഞ ശേഷം വലിയ റാലി വടകരയിൽ നടത്തുന്നു. ആ റാലിയിൽ ആരാ വന്ന് പ്രസംഗിക്കുന്നത്? DYFIയുടെ അഖിലേന്ത്യാ നേതാവും രാജ്യസഭാ അംഗമായിട്ടുള്ള A.A. റഹീം വന്ന് പ്രസംഗിക്കുന്നു. അതിൻ്റെ സംഘാടനത്തിൽ പങ്കാളിയ ആളാണ് ഇത് നിർമ്മിച്ചതെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. CPM വർഗീയ പാർട്ടി അല്ലെങ്കിലും അത് മുസ്ലിം വിരുദ്ധ പാർട്ടിയോ അല്ലെങ്കിലും മുസ്ലിം വിരുദ്ധതയെ ഉപയോഗപ്പെടുത്തുന്ന പാർട്ടിയാണ്. കാരണം മുസ്ലിം വിരുദ്ധത നല്ല വിപണി മൂല്യമുള്ള ഒരു ചരക്കാണ് എന്ന് തിരിച്ചറിഞ്ഞ് അത് എല്ലായ്പ്പോഴും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള പാർട്ടിയാണ് CPIM. അങ്ങനെ ഒറ്റപ്പെട്ട് നടക്കുന്ന ഈ പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളുടെ പോരാളി ഷാജിമാരുടെ കുസൃതിത്തരമായിട്ട് കാണരുത്. ഇതൊരു പ്രോജക്റ്റാണ്. ഈ പ്രോജക്റ്റ് മാഷാള്ള സ്റ്റിക്കർ കണ്ടില്ലേ? മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച് ഇവർ വരുന്നു, ചന്ദ്രസേന വിട്ടുവീഴ്ത്തുന്നു മാത്രമല്ല, തൊട്ടുടനെ അതിൻ്റെ നെറേറ്റീവ് സെറ്റ് ചെയ്യാൻ വേണ്ടി പാർട്ടി ചാനൽ ശ്രമിക്കുന്നുണ്ട്. എന്താ അവർ ചെയ്യുന്നത്? വള്ളിക്കാട്ട് പള്ളിയിൽ രാത്രി പുലരുവോളം വെട്ടമുണ്ടായിരുന്നു. എന്താണ് ഈ TP ചന്ദ്രശേഖരൻ്റെ വധവും വള്ളിക്കാട്ട് പള്ളിയിലെ വെട്ടവും തമ്മിൽ എന്താ ബന്ധം? വള്ളിക്കാട്ട് പള്ളിയിൽ ഇദ്ദേഹം കൊല്ലപ്പെട്ട് വീണതിൻ്റെ തൊട്ട് അപ്പുറത്തെ സൈഡിലുള്ള പള്ളിയാണ്. വള്ളിക്കാട്ട് പള്ളിയിൽ രാത്രി പുലരുവോളം വെട്ടമുണ്ടായിരുന്നു എന്ന് പാർട്ടി ചാനൽ റിപ്പോർട്ട് ചെയ്യാണ്. ഇതിൻ്റെ പുറകിൽ NDA ഫണ്ട് റിപ്പോർട്ട് ചെയ്യാണ്. അപ്പം മാഷാള്ള സ്റ്റിക്കർ ഒട്ടിക്കാൻ തീരുമാനിക്കുന്നത് മുതൽ ഈ പറയുന്ന അതിൻ്റെ നെറേറ്റീവ് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ള മീഡിയ നെറേറ്റീവ് എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് ഒരു ഗ്രാൻഡ് ഡിസൈൻ ഉണ്ടാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതും ഇങ്ങനെ തന്നെ നടക്കുന്നത്. ഈ പറയുന്ന പോരാളി ഷാജി ഇങ്ങനെ ഇതുണ്ടാക്കുന്നു, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ അത് ഷെയർ ചെയ്യുന്നു, അത് സ്ഥാനാർത്ഥി അടക്കം അതിന് സൈദ്ധാന്തിക ചമൽക്കാരൻ ചുമക്കാൻ വേണ്ടി KT കുഞ്ഞിക്കണ്ണൻ പോലുള്ള ആൾ രംഗത്ത് വരുന്നു. ഈ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർക്ക് പിന്തുണയുമായി ജില്ലാ സെക്രട്ടേറിയറ്റ് വരുന്നു. A.A. റഹീമിൻ്റെ നേതൃത്വത്തിൽ റാലി നടക്കുന്നു. ഇതൊക്കെ ഒരു ഡിസൈനാണ്.